അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ലോകത്തിലേക്കും ഏറ്റവും വലിയ അഭിമാനമാണ് നമ്മുടെ മക്കൾ. അവർ കഴിഞ്ഞേ ഉള്ളൂ മറ്റെന്തും. അത്രത്തോളം അവരോട് സ്നേഹവും വാത്സല്യവുമാണ് മാതാപിതാക്കൾക്ക്. ഉറങ്ങി എഴുന്നേൽക്കുന്നത് തന്നെ അവർക്കു വേണ്ടിയാണ്. ക്ഷീണവും തളർച്ചയും ശാരീരിക ബുദ്ധിമുട്ടും മാറ്റിവെച്ച് അവർക്കു വേണ്ടി അവർ കഷ്ടപ്പെടുന്നു. അവരൊന്ന് വലുതായി ഒരു നിലയിൽ എത്തിയിട്ട് വേണം എനിക്കൊന്ന് വിശ്രമിക്കാനെന്നാണ് പലരും കരുതുന്നത്. ഈ കുട്ടികളെ നോക്കേണ്ട കാലത്ത്, മാതാപിതാക്കളുടെ സംരക്ഷണം കിട്ടേണ്ട കാലത്ത് ഈ പൊന്നോമന മക്കൾ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടി വരുന്നു എന്നത് ഏറ്റവും ഒരു സങ്കടകരമായ കാര്യമാണ്. ആ കുട്ടികൾ ആ ഒരു കർത്തവ്യം വളരെ സ്പിരിറ്റോടുകൂടി, വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ഏറ്റെടുത്ത് നിറവേറ്റുക എന്നത് അത് വലിയൊരു സന്തോഷവും അഭിമാനവുമാണ്. ഇതിലൊക്കെ ഉപരി മറ്റുള്ളവർക്ക് അസൂയ ഉളവാക്കുന്നതും ആണ്. ഈ കെട്ടകാലത്ത് അമ്മയെ കൊല്ലുന്ന, അച്ഛനെ വകവരുത്തുന്ന, കുടുംബത്തെ മുഴുവനും ക്രൂരമായി ആക്രമിച്ചു കൊല്ലുന്ന ഈ കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള മക്കൾ ഉണ്ടാകുക എന്നത് അതൊരു അഭിമാനം തന്നെയാണ്. ഈ അടുത്ത് വൈറലായ ഒരു വീഡിയോ ആണ് ഒരു പൊന്നോമന മകൻ്റെ. ആ കുട്ടിയുടെ വാക്കുകൾ എത്ര വളരെ വിലപ്പെട്ടതാണ്, എത്രയോ പക്വതയുള്ള വാക്കുകളാണ്. ഒരു കൊച്ചു പയ്യനാണ്. നിങ്ങൾ ആ വാക്കുകളൊന്ന് കേട്ടു നോക്കൂ. ഇന്നലെ 20 മേടിച്ച് കൊടുത്തേ, ഇത് വേണ്ട ഗുളിക. ഇന്നലെ 5 കഴിച്ചു. ഇന്ന് നീ എത്ര കഴിച്ചെന്ന് വിളിക്കാൻ എന്നെ വയ്ക്കാൻ അറിയാം. സ്വന്തം അമ്മയെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ലോട്ടറി കച്ചവടത്തിന് ഇറങ്ങുന്നത്. എന്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഓപ്പറേഷൻ നടത്തും. ആരെങ്കിലും ഓപ്പറേഷൻ വേണ്ടി സഹായിച്ചു കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും. എനിക്ക് പപ്പയില്ല, അമ്മ മാത്രമേ എനിക്ക് പോകുള്ളൂ. എന്റെ മാസ്റ്ററോട് എനിക്ക് പറയാനില്ല. അവന്റെ പേര് എബിൻ ആണല്ലേ. മോനെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അവന്റെ കയ്യിൽ കുറെ ലോട്ടറി ഉണ്ട്. കാരണം അവന്റെ അമ്മ കഴിഞ്ഞ കുറെ നാളുകളായി കിടപ്പിലാണ്, ചികിത്സിക്കാൻ പൈസയില്ല. ഇതിനേക്കാളെല്ലാം എൻ്റെ നയനങ്ങൾ നനയിച്ചു കളഞ്ഞത് ഈ കുട്ടിയോടൊരു വീഡിയോ ഏറ്റെടുത്തുകൊണ്ട് ആ കുട്ടിക്ക് വളരെ ഒരു പോസിറ്റീവായ എനർജി നൽകി, ബൂസ്റ്റ് നൽകി, ആ കുട്ടിക്കു വേണ്ട എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത നമ്മുടെ ബോച്ച് സാറിൻ്റെ വാക്കുകളാണ്. ആ കുട്ടിയെ അഭിമാനത്തോടെ ആ ബോച്ചെ ചേർത്തു നിർത്തുന്നു. ആ ഒരു രംഗം വല്ലാത്ത സന്തോഷം ഉണ്ടാക്കി തീർക്കുന്നു. നിങ്ങൾ ആ ഒരു രംഗം ഒന്ന് കണ്ടു നോക്കൂ. അറിയോ? ഞാൻ എബിന്റെ വീഡിയോ കണ്ടിരുന്നു, ഭയങ്കര തരംഗമായിട്ട്. അപ്പൊ കണ്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. എന്നേലും വലിയ കച്ചവടക്കാരൻ 7ാം ക്ലാസ്സിൽ. ഞാനൊക്കെ കോളേജിൽ എത്തുമ്പോഴേക്കാണ് ബിസിനസ് ചെയ്തത്. കോളേജിൽ പോണ സമയത്ത് ബിസിനസ് ചെയ്തു. അന്നത്തെ റെക്കോർഡ് അതായിരുന്നു. ഇതിപ്പോ 7ാം ക്ലാസ്സിൽ കച്ചവടം. എന്റെ റെക്കോർഡൊക്കെ തകർത്ത് കളഞ്ഞല്ലോ. ലോട്ടറി ഒക്കെ വിൽക്കുന്നുണ്ടോ? എന്തായാലും സമ്മതിച്ചു. എനിക്ക് കണ്ടപ്പോ അതിൽ വിഷമം തോന്നി, അഭിമാനം തോന്നി. 7ാം ക്ലാസ്സുകാരൻ ലോട്ടറി വിറ്റിട്ട് അമ്മയെ ചികിത്സിക്കുന്നു. അമ്മയെ ദൈവമായിട്ട് കാണണം എന്നുള്ളതിന്റെ മാതൃകയാണ് ഇതൊക്കെ. അപ്പൊ അമ്മേനെ ചികിത്സിക്കാൻ 5 ലക്ഷം രൂപ തരട്ടെ ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി. സന്തോഷായോ? അമ്മയുടെ കാര്യമൊക്കെ നമുക്ക് നോക്കാം, ഒന്നും പേടിക്കണ്ട കേട്ടോ. ഈ ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് കോർഡിനേറ്റേഴ്സ് വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന സാമ്പത്തിക സഹായം കാര്യങ്ങളൊക്കെ ചെയ്തു തരും. ഓക്കെ, ബൈ ബൈ. മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന ഒരു മക്കളും പരാജയപ്പെടുകയില്ല. ഏതു മതമെടുത്തു പരിശോധിച്ചാലും മാതാപിതാക്കളെ ബഹുമാനിക്കുവാനും ആദരിക്കുവാനുമാണ് ആ മതങ്ങൾ മുഴുവനും പഠിപ്പിക്കുന്നത്. മഹാനായ ഇമാം ഷാഫിഈ തങ്ങളുടെ 2-3 വരികൾ കൊണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. وأطع أباك فإنه رباك عن أهد الصغر واخضع لأمك وارضها
فعقوقها إحدى الكبر حملتك 9 أشهر بين التألم والضجر فإذا مرضت فإنها تبكي بدمع كالمطر فأطعهما وقرهما كي لا تعذب في السقر. ചെറുപ്പകാലത്തിൽ നിന്നെ സംരക്ഷിച്ചതിനു പകരമായി, അതിനു തുല്യമായി നീ അവരെ വഴിപ്പെടണം. നിന്റെ ഉമ്മയ്ക്ക് നീ നിന്റെ തൃപ്തിയുടെ ചിറകുകൾ നീ താഴ്ത്തി കൊടുക്കണം. അവരെ ബുദ്ധിമുട്ടിക്കുക, പ്രയാസപ്പെടുത്തുക എന്നത് അത് വൻ പാപമാണ്. അത് ചെയ്യാൻ പാടില്ല. 9 മാസക്കാലം എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ച് നിന്നെ നൊന്തു പ്രസവിച്ചു. നിനക്ക് രോഗമെങ്ങാണം ഉണ്ടായാൽ, രോഗമാണെന്ന് അറിഞ്ഞാൽ നിന്റെ ഉമ്മ മഴയ്ക്ക് തുല്യമായി കണ്ണുനീരുകൾ ചാലിട്ടൊഴുക്കി ഉമ്മ കരയും. അതുകൊണ്ട് നിന്റെ മാതാപിതാക്കളെ നീ വഴിപ്പെടുകയും നീ അവരെ ബഹുമാനിക്കുകയും ചെയ്യണം. എന്നാൽ നിനക്ക് ആഖിറത്തിൽ, പരലോകത്ത് വിജയ സോപാനത്തിലേക്ക് എത്താൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളുടെ ഗുരുത്വവും പൊരുത്തവുമുള്ള മക്കളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.